ഞാനിപ്പോൾ അടുത്ത മാസം സബ് ഇൻസ്പെക്ടറായിട്ട് പോലീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം എനിക്ക് ലീവുണ്ട്, 1-2 മാസം ലീവുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ ജോബിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഒരു മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ കാലിക്കറ്റ് വേറൊരു വർക്ക്ഷോപ്പിന് വന്നിരുന്നു, 2 days വർക്ക്ഷോപ്പ്. ആക്ച്വലി അന്ന് തന്നെ നമുക്ക് ക്ലാസ്സിൽ നമ്മളെല്ലാം കേട്ടു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇതിനൊരു ഹോപ്പ് ഉണ്ട്, ഇതിന് ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്നൊന്നും വർക്കൗട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ആയില്ലെങ്കിൽ പോലും ഞാൻ പിന്നീട് ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഓഡിയൻസിനെ തപ്പിപ്പിടിച്ച് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഫാമിലിയിലും എവിടെ ഒരു ഫംഗ്ഷൻ വന്നാലും ഞാൻ ഈ പറഞ്ഞ പ്രഫുൽ ബ്രോ പോകുന്ന പോലെ ഞാൻ തന്നെ ഈ ഇരയെ പിടിക്കുന്ന പോലെ കുറേ പിടിച്ച് വർക്കൗട്ട് ചെയ്ത് ഫെയിലായി. ഇന്നലെ മുതൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് നോട്ട് ചെയ്യാൻ കഴിയുന്നതിന് കാരണം ഞാൻ കൃത്യമായി ഓരോ കാര്യം അത്രയും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെയാണ് എൻ്റെ നെഗറ്റീവ്സ് എന്ന് എനിക്കൊരു ബേസ് ഉള്ളതുകൊണ്ട് എൻ്റെ ഫോൾട്ട്സ് എവിടെയെല്ലാമായിരുന്നു എനിക്ക് കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സാറിൻ്റെ ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ബ്രോ പറഞ്ഞ പോലെ സാർ അടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് പോകുന്ന ഒരു അവസ്ഥയിലോട്ടായി. കാരണം നമുക്ക് അത്രയും ആ ചെയ്യുന്ന വ്യക്തിയുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുതെന്നുള്ള എനിക്ക് ആ ഒരു പോയിൻ്റാണ് വിട്ടുപോയത്. ആദ്യം ഞാൻ വന്നപ്പോൾ സാർ ഇന്നലെ പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് പോയിട്ടില്ല എന്നൊരു സബ്ജക്റ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറി മറിഞ്ഞു. കാരണം എനിക്ക് അനുഭവിക്കാൻ പറ്റും എന്താണ് ഈ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി തന്നത് ലിജോ സാറാണ്. എനിക്ക് എപ്പോഴും എന്നെ നന്ദി ഉണ്ടാവും. താങ്ക് യു സാർ.